വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഫീഫ. ഇന്നൊരു തുളസിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. തുളസിയില കൊണ്ടിട്ട് എങ്ങനെ നല്ലൊരു ഹെയർ ഓയിൽ തയ്യാറാക്കാമെന്ന് നോക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് തുളസിയില പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്കറിയാം തുളസിയില ഔഷധങ്ങളുടെ മാതാവാണ് അല്ലേ. സോ ഞാൻ ഈ ഒരു തുളസിയില പൊട്ടിച്ചെടുക്കുമ്പോൾ സമയം ഉച്ചയാണ്. ഈ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും ഇലക്ക് കുറച്ചൊരു വാട്ടൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതാ ഇങ്ങനെ ഒന്ന് തുളസിയിലൊന്ന് കഴുകിയെടുക്കുക. നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ശേഷം അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്നും കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയോടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇതാ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇതാ ഇങ്ങനെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. എനിക്ക് ആവശ്യത്തിനുള്ള നീര് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ കേട്ടോ അതിൽ കാണുന്നത്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാക്സിമം ഞാൻ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈയെടുക്കാണ്ട് നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ ഒരു തുളസിയുടെ നീരും വെളിച്ചെണ്ണയും നല്ല രീതിക്ക് തന്നെ ഒന്ന് ബ്ലെൻഡായി കിട്ടേണ്ടതുണ്ട്. ഇതാ ഈ ഓയിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഒരു 1/4 കണ്ടെയ്നർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. എൻ്റെ കയ്യിൽ ആലോവേറയുടെ ഉപയോഗിച്ച ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ താരൻ്റെ ശല്യം, പാൻ്റെ ശല്യം, അതുപോലെ തലനീരിറക്കം, നമുക്ക് മുടിക്കുണ്ടാവുന്ന സ്മെല്ല് ഇതൊക്കെ മാറാനും വളരെയേറെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.